Hello, dear students. Up next, we are about to dive into an exciting discussion on. Here are some general questions related to Reserve Bank of India. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ ദേശസാൽക്കരിച്ചത്, അതായത് RBIയെ നാഷണലൈസ് ചെയ്തത് ഏത് വർഷമാണെന്ന്. RBIയെ നാഷണലൈസ് ചെയ്യുന്നത് January 1, 1949 1949 ജനുവരി 1 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ ദേശസാൽക്കരിക്കുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്ന വർഷം നമുക്കറിയാം 1935 ഈ ബാങ്കിനെ നാഷണലൈസ് ചെയ്യുന്നത് January 1, 1949 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യ ഗവർണറുടെ പേരാകുന്നു സർ ഓസ്ബോൺ സ്മിത്ത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യ ഗവർണറുടെ പേരാകുന്നു സർ ഓസ്ബോൺ സ്മിത്ത്. ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാരനായ ആദ്യ ഗവർണറുടെ പേരാകുന്നു CD ദേശ്മുഖ്. CD ദേശ്മുഖ് ആണ് ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ ആകുന്നു CD ദേശ്മുഖ്. കൂടുതൽ കാലം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആയിരുന്ന വ്യക്തിയാകുന്നു സർ ബെനഗൽ രാമറാവു. കൂടുതൽ കാലം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആയിരുന്ന വ്യക്തിയാകുന്നു സർ ബെനഗൽ രാമറാവു. കുറഞ്ഞ കാലം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായി സേവനമനുഷ്ഠിച്ച വ്യക്തിയാകുന്നു അമിതാവ് ഘോഷ്. കുറഞ്ഞ കാലം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായി സേവനമനുഷ്ഠിച്ച വ്യക്തിയാകുന്നു അമിതാവ് ഘോഷ്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത്, കാഴ്ച പരിമിതിയുള്ളവർക്ക് കറൻസി നോട്ടുകളുടെ മൂല്യം തിരിച്ചറിയുന്നതിന് RBI ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. അതിന്റെ പേരെന്താണെന്ന്. അതിന്റെ പേര് മണി എന്നാകുന്നു. മണിയുടെ ഫുൾ ഫോം മൊബൈൽ എയ്ഡഡ് നോട്ട് ഐഡന്റിഫയർ എന്നുള്ളതാണ്. അപ്പോൾ കാഴ്ച കാണില്ല, കാഴ്ച പരിമിതി ഉള്ളവർക്ക്, ബ്ലൈൻഡ് ആയിട്ടുള്ളവർക്ക് ഒരു ക്യാഷ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് ഏതാണ് പൈസ എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ആ നോട്ടിനെ സ്കാൻ ചെയ്താൽ മതി. അപ്പോൾ എത്ര രൂപയാണെന്നുള്ളത് ആപ്പ് പറയും. അപ്പം അങ്ങനെ നമുക്ക് ആ പൈസയുടെ മൂല്യം തിരിച്ചറിയാൻ കഴിയും. അപ്പം അത്തരത്തിലുള്ള ആപ്പാകുന്നു മണി. കാഴ്ച പരിമിതി ഉള്ളവർക്ക് കറൻസി നോട്ടുകളുടെ മൂല്യം തിരിച്ചറിയുന്നതിന് RBI ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ആകുന്നു മണി. മണിയുടെ ഫുൾ ഫോം മൊബൈൽ എയ്ഡഡ് നോട്ട് ഐഡന്റിഫയർ. ദെൻ ഇവിടെ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ഇന്ത്യയിലെ ഓരോ ബാങ്കുകൾക്കും RBIയിൽ ഒരു കറണ്ട് അക്കൗണ്ട് നൽകുന്ന റിസർവ് ബാങ്കിന്റെ കോർ ബാങ്കിംഗ് സംവിധാനത്തിന്റെ പേരെന്താണ്? അതാണ് ഇക്യൂബർ. അതായത് ഇന്ത്യയിലുള്ള ഓരോ ബാങ്കുകൾക്കും, ഇന്ത്യയിലുള്ള എല്ലാ ബാങ്കുകൾക്കും RBIയിൽ ഒരു കറണ്ട് അക്കൗണ്ട് നൽകുന്ന RBIയുടെ ഒരു സംവിധാനമുണ്ട്. അതൊരു ഓൺലൈൻ സംവിധാനമാണ്. അതിന്റെ പേരാകുന്നു ഇക്യൂബർ. ഇക്യൂബർ നിലവിൽ വരുന്നത് 2012 അപ്പൊ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ വിചാരിക്കാം, അപ്പോൾ അതിനു മുമ്പൊന്നും ഇന്ത്യയിലുള്ള എല്ലാ ബാങ്കുകൾക്കും RBIയിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നില്ല എന്ന്. ഇല്ലായിരുന്നു. ഓക്കെ, അതിനു മുമ്പൊന്നും RBIയിൽ എല്ലാ ബാങ്കുകൾക്കും RBIയിൽ കറണ്ട് അക്കൗണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ വിചാരിക്കുക, അപ്പൊ എങ്ങനെയാണ് അന്നൊക്കെയും ഈ CRR ഒക്കെ ചെയ്യണമല്ലോ, ക്യാഷ് ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്യണമല്ലോ, അപ്പൊ ആ ബാങ്കിൽ എന്താ ചെയ്തിരുന്നതെന്ന്. അപ്പൊ അന്ന് മറ്റു പല സംവിധാനങ്ങൾ ഉപയോഗിച്ചിരുന്നത്. അപ്പോ ആ ഒരു സ്ഥലത്ത്, ഇപ്പൊ എറണാകുളം ജില്ലയാണെങ്കിൽ എറണാകുളം ജില്ലയിലെ RBIയുടെ ഒരു പ്രാദേശിക ഓഫീസ് ഉണ്ടാവും. ആ ഓഫീസിൽ നേരിട്ട് പോയിട്ട് ആവശ്യമായ നടപടികൾ പൂർത്തിയാക്കി വരുമായിരുന്നു ചെയ്തിരുന്നത്. എറണാകുളം ജില്ലേനെ കുറിച്ച് പറയുകയാണെങ്കിൽ എറണാകുളം നോർത്ത് ബാനർജി റോഡിൽ RBIയുടെ പ്രാദേശിക ഓഫീസ് ഉണ്ടാകും. അപ്പോൾ ബാങ്കുകൾക്ക് വേണ്ട നടപടിക്രമങ്ങളൊക്കെ ആ ജില്ലേനെ കേന്ദ്രീകരിച്ചിട്ടുള്ള RBIയുടെ റീജിയണൽ ഓഫീസിൽ പോയിട്ടാണ് ചെയ്തിരുന്നത്. അല്ലെങ്കിൽ വേറെ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. ഈ മാനുവൽ പേപ്പർ ബേസ്ഡ് ട്രാൻസാക്ഷൻ എന്നുണ്ടായിരുന്നു. അതുപോലെ ഫാക്സ്, NEFT, RTGS തുടങ്ങിയ സിസ്റ്റംസ് ഒക്കെ ഉപയോഗിച്ചിട്ടായിരുന്നു അന്ന് ബാങ്കുകൾ RBIയുമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തിയിരുന്നത്. പിന്നീട് 2012 ഇക്യൂബർ എന്ന് പറയുന്ന സിസ്റ്റം വരുന്നതോടുകൂടി, ആ ഒരു സംവിധാനം വരുന്നതോടുകൂടി വളരെ ഈസിയർ ആയിട്ട്, ട്രാൻസ്പെറന്റ് ആയിട്ട്, ഡയറക്റ്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ നമുക്ക് ഓൺലൈൻ വഴി നടത്തുവാനുള്ള ഒരു സൗകര്യം ഓരോ ബാങ്കുകൾക്കും RBI സംവിധാനം ചെയ്തു കൊടുത്തു. ഓക്കെ, ഇപ്പോൾ RBI ആയിട്ടുള്ള ബാങ്കുകളുടെ ട്രാൻസാക്ഷൻ വളരെ ഫ്രണ്ട്ലി ആണ്, അതുപോലെ വളരെ ട്രാൻസ്പെറന്റ് ആണ്, ഓൺലൈൻ ബേസ്ഡ് ആണ്, ഡയറക്റ്റ് ആണ്. അതിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത ഒരു സംവിധാനം, ഒരു സിസ്റ്റം ആകുന്നു ഇക്യൂബർ. ഇക്യൂബർ സിസ്റ്റം ഇന്ന് എല്ലാ ബാങ്കുകളിലും ഉണ്ട്. ഓക്കെ, ബാങ്ക് അക്കൗണ്ട് വഴിയുള്ള ഓൺലൈൻ തട്ടിപ്പുകളെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായിട്ട് റിസർവ് ബാങ്ക് പുറത്തിറക്കിയ കാർട്ടൂൺ പുസ്തകം, അതിന്റെ പേരാകുന്നു രാജു ആൻഡ് 40 തീവ്സ്. അപ്പൊ രാജു ആൻഡ് 40 തീവ്സ് എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് പുറത്തിറക്കിയ ഒരു കാർട്ടൂൺ പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ബാങ്ക് അക്കൗണ്ട് വഴിയുള്ള ഓൺലൈൻ തട്ടിപ്പുകളെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് റിസർവ് ബാങ്ക് പുറത്തിറക്കിയ കാർട്ടൂൺ പുസ്തകമാകുന്നു രാജു ആൻഡ് 40 തീവ്സ്. ദെൻ നമുക്കിവിടെ അടുത്ത് പഠിക്കാനുള്ളത്, റിസർവ് ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ആരംഭിച്ച സംരംഭമാകുന്നു ഉത്കർഷ് 2022. റിസർവ് ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ആരംഭിച്ച സംരംഭമാകുന്നു ഉത്കർഷ് 2022. റിസർവ് ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ആരംഭിച്ച സംരംഭമാകുന്നു ഉത്കർഷ് 2022.
ദെൻ നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് ഈ നോട്ട് നിരോധനം. ഈ നോട്ട് നിരോധനം ഇന്ത്യയിൽ 3 പ്രാവശ്യമാണ് വന്നിട്ടുള്ളത്. ഒന്ന് 1946 ഇന്ത്യയിൽ ഒരു നോട്ട് നിരോധനം ഉണ്ടായിട്ടുണ്ട്. പിന്നെ 1978 പിന്നെ 2016 ഇങ്ങനെ 3 പ്രാവശ്യമായിട്ടാണ് ഇന്ത്യയിൽ നോട്ട് നിരോധനം ഉണ്ടായിട്ടുള്ളത്. 1946, 1978, 2016 ഇങ്ങനെ 3 പ്രാവശ്യമാണ് ഇന്ത്യയിൽ നോട്ട് നിരോധനം ഉണ്ടായിട്ടുള്ളത്. 1946 ജനുവരി 12 CD ദേശ്മുഖ് റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്ന സമയത്ത് ഒരു നോട്ട് നിരോധനം ഉണ്ടായി. ആ നോട്ട് നിരോധനത്തിന്റെ ഭാഗമായിട്ട് 500, 1000, 10,000 എന്നിവയുടെ നോട്ടുകൾ നിരോധിക്കപ്പെട്ടു. 1978 ജനുവരി 16 IG പട്ടേൽ റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്ന സമയത്ത് നോട്ട് നിരോധനം ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തും ഈ പറഞ്ഞതുപോലെ 1000 നോട്ടുകൾ നിരോധിച്ചു, 10,000 നോട്ടുകൾ നിരോധിച്ചു, 5000 നോട്ടുകൾ നിരോധിച്ചു. അപ്പൊ അന്നൊക്കെ 1000, 10,000, 5000 നോട്ടുകൾ ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. കാരണം പണത്തിന്റെ മൂല്യം അത്രത്തോളം കുറഞ്ഞ ഒരു സമയമായിരുന്നു അതൊക്കെ. ഓക്കെ, അപ്പൊ ആ സമയത്ത് ഇത്രയും വലിയ നോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് 2016 നവംബർ 8 നോട്ട് നിരോധനം ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തുള്ള ഇന്ത്യയുടെ RBIയുടെ ഗവർണർ ആയിരുന്നു ഉർജിത് പട്ടേൽ. 500ന്റെയും 1000ന്റെയും നോട്ടുകളാണ് അന്ന് നിരോധിച്ചത്. അപ്പൊ ഇന്ത്യയിലെ നോട്ട് നിരോധനം ഉണ്ടായിട്ടുള്ളത് 3 കാലഘട്ടങ്ങളിലായിട്ടാണ്. 1946, 1978, 2016 ഇങ്ങനെ 3 വർഷങ്ങളായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോ 1946 1000, 10,000, 1978 1000, 10,000, പിന്നെ 1946 500, 1978 5000, പിന്നെ 2016 500ന്റെയും 1000ന്റെയും നോട്ടുകൾ നിരോധിക്കുകയുണ്ടായി. ഓക്കെ, അപ്പൊ അത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. 2016 നവംബർ 8 അറ്റ്ലീസ്റ്റ് നമ്മൾ ഓർത്ത് വെക്കുക. ഉർജിത് പട്ടേൽ 2016 നവംബർ 8. പിന്നെ നമുക്ക് ഇവിടെ ഉള്ള ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ നമുക്ക് പറയാവുന്നതേ ഉള്ളൂ. ഇന്ത്യയിലെ ഓരോ ബാങ്കുകൾക്കും RBIയിൽ ഒരു അക്കൗണ്ട് നൽകുന്ന റിസർവ് ബാങ്കിന്റെ കോർ ബാങ്കിംഗ് സംവിധാനമാകുന്നു ഇ-ക്യൂബർ. കൂടുതൽ കാലം ഗവർണർ ആയിരുന്ന വ്യക്തി സർ ബെനഗൽ രാമറാവു. 50 രൂപ നോട്ടിൽ കാണുന്ന ചിത്രം അത് നമുക്ക് നോട്ട് കാണിച്ച് ഞാൻ പഠിപ്പിച്ചു തരാം കേട്ടോ. അതാണ് ഞാനത് സ്കിപ്പ് ചെയ്തത്.